ഫോർട്ട് കൊച്ചിയിൽ നിയന്ത്രണം വിട്ട് ഇൻബോർഡ് വെള്ളമിടിച്ച് ചീനവല തകർന്നു. കമാലക്കടവ് പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് മത്സ്യത്തൊഴിലാളികളെ കയറ്റി കടലിലേക്ക് നീങ്ങിയ വള്ളമാണ് വലകളിലിടിച്ചത്. കൊച്ചി അഴിമുഖത്തെ ബാങ്ക് വല എന്നറിയപ്പെടുന്ന ചീനവലകളും സൊസൈറ്റി വലകളുമാണ് വള്ളമിടിച്ച് തകർന്നത്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ഇൻബോർഡ് വള്ളത്തിന്റെ വീൽ ഹൌസിനും ഭാഗികമായി നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. തകർന്ന ചീനവലയുടെ കെട്ടുവല വള്ളത്തിനുമേൽ പതിക്കാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവായത്. ഫോർട്ട് കൊച്ചിയിലെ ഇന്ധന പമ്പിൽ നങ്കൂരമിട്ടിരുന്ന ഇൻബോർഡ് വള്ളത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതും വേലിയിറക്ക സമയത്തെ ശക്തമായ അടിയൊഴുക്കുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പെട്രോൾ പമ്പിൽ ഇൻബോർഡ് വള്ളങ്ങൾ അനധികൃതമായി അടുപ്പിക്കുന്നതും നിയന്ത്രണങ്ങൾ നിരന്തരമായി ലംഘിക്കുകയാണെന്നും ചീനവല ഉടമ സംഘടനാംഗങ്ങൾ പറഞ്ഞു. രാവിലെ അവർ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നാണ്. എഞ്ചിൻ കേടായി പോയി ഒഴുകി വന്ന് നമ്മുടെ വലക്കെട്ട് ഇടിക്കണമായിരുന്നു. ഇവിടെ നിന്ന് ഇടിച്ചിട്ട് അപ്പുറത്തെ വലയിൽ പോയി അവിടെ ഇടിച്ച് അത് മൊത്തം പൊളിഞ്ഞു പോയി. അവർ വന്നിട്ടുണ്ടായിരുന്നു വള്ളക്കാർ, അവർ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1.5 വർഷം മുൻപ് കൊച്ചി തുറമുഖത്ത് എക്കൽ നീക്ക പ്രവർത്തനം നടത്തുന്ന മണ്ണുമാതി കപ്പലിടിച്ച് സൊസൈറ്റി ചീനവലകൾക്ക് കേടുപറ്റിയിരുന്നു. മീഡിയ 1 കൊച്ചി.